ആറ്റിങ്ങല് അടുത്ത മണ്ഡലത്തിലേക്ക് കടക്കുമ്പോൾ അത് എ സമ്പത്ത് തന്നെ ആറ്റിങ്ങലിൽ സിറ്റിംഗ് എം പി എ സമ്പത്ത് തന്നെ വീണ്ടും ആറ്റിങ്ങലിൽ ഇടത് സ്ഥാനാർത്ഥിയായി വരുന്നു. അതേസമയത്ത് ഇടത് വലത് മുന്നണിക്ക് UDF-ന് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. ഒടുവിലാണ് പല പേരുകൾ ഷാനിമോൾ ഉസ്മാൻ, അടൂർ പ്രകാശ്, ഈ പേരുകളെല്ലാം ചർച്ച ചെയ്ത ശേഷം അടൂർ പ്രകാശിനെ പോലെ ഒരു ശക്തമായ കാൻഡിഡേറ്റ് വരുന്നു. അപ്പോൾ തന്നെ മത്സരം കടുക്കുമെന്നുള്ളൊരു സൂചന വരുന്നു. ഇപ്പോൾ ഇതിനകത്ത് ശോഭാ സുരേന്ദ്രൻ കൂടി BJP-യുടെ കാൻഡിഡേറ്റ് ആകുമ്പോൾ അതൊരു ത്രികോണ മത്സരത്തിലേക്ക് കടക്കാനുള്ള സാധ്യത എത്രത്തോളം BJP കാണുന്നുണ്ടാകും? ശക്തമായ ഒരു ത്രികോണ. അവർ കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ ഒരു ത്രികോണ മത്സരത്തിനുള്ള ഒരു സാധ്യതകളും ഉണ്ടായിരുന്നില്ല. BJP കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അന്ന് G. ബാലചന്ദ്രൻ ആയിരുന്നു. G. ബാലചന്ദ്രൻ എ സമ്പത്തിനോട് പോരുന്നതിന് എതിരാളിയല്ല എന്ന് കഴിഞ്ഞ ആ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായപ്പോൾ തന്നെ ഒരു ആക്ഷേപം ഉയർന്നിരുന്നു. എ സമ്പത്തിനോടും നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി ആകണം ആറ്റിങ്ങിൽ ഉണ്ടാകേണ്ടതെന്ന് ഇത്തവണ തുടക്കത്തിലെ വലിയ ഒരു നിലപാട്, വലിയ ഒരു ആവശ്യം പാർട്ടിയിൽ ഉയർന്നു വന്നിരുന്നു. അങ്ങനെയാണ് ഒരു MLA അവിടെ ഇറക്കാൻ ആലോചിച്ചതും അടൂർ പ്രകാശിന്റെ പേര് ആദ്യം ഉയർന്നു വന്നതും പിന്നീട് അവിടത്തേക്ക് ഷാനിമോൾ ഉസ്മാന്റെ പേരും ഒപ്പം തന്നെ വന്നു. എന്നാൽ അവസാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചു അടൂർ പ്രകാശ് മതി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെന്ന്. അങ്ങനെ MLA കൂടിയായ അടൂർ പ്രകാശ് അവിടെ മത്സരത്തിലിറങ്ങുന്നു. കഴിഞ്ഞ തവണ സമ്പത്ത് 3,80,336 വോട്ടുകളാണ് നേടിയത്. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 18,341 ആയിരുന്നു. ഒരു ശക്തനായ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അവിടെ ഈ കുറച്ചുകൂടി വലിയ വെല്ലുവിളി ഉയർത്താൻ സാധിക്കുമെന്ന് UDF കരുതി. അവിടെ ആ സ്ഥലത്തേക്കാണ് ശോഭാ സുരേന്ദ്രൻ കൂടി എത്തുന്നത്. ശോഭാ സുരേന്ദ്രൻ തുടക്കത്തിൽ ആറ്റിങ്ങലിലേക്ക് വരാൻ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ ശോഭാ സുരേന്ദ്രനെ കൂടി BJP രംഗത്തിറക്കിയിരിക്കും. തീർച്ചയായും ശോഭാ സുരേന്ദ്രൻ കൂടി എത്തുന്നതോടെ ഒരു ത്രികോണ മത്സരത്തിനുള്ള സാധ്യത തന്നെയാണ് ആറ്റിങ്ങലിൽ ഉയർന്നിരിക്കുന്നത്. ആറ്റിങ്ങലിൽ കഴിഞ്ഞ തവണ BJP വലിയ ഒരു പ്രകടനമൊന്നും കാഴ്ചവെക്കാൻ BJPക്ക് ആയിരുന്നില്ല. 47,620 വോട്ടുകൾ മാത്രമാണ് BJP നേടിയത്. അതുകൊണ്ട് പക്ഷേ ഒരിക്കലും ഇത്തവണത്തെ ശോഭാ സുരേന്ദ്രന്റെ സാധ്യതകൾ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഉയർത്താൻ പോകുന്ന പോരാട്ടത്തെ വിലയിരുത്തേണ്ട കാര്യമില്ല. നമ്മളിപ്പോ വനിതാ പ്രാതിനിധ്യത്തെ കുറിച്ചും സംസാരിക്കാറായിട്ടില്ല. ഏതായാലും മൂന്ന് മുന്നണികളുടെയും കാൻഡിഡേറ്റ്സിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് പരാമർശിച്ച പേര് ഇപ്പൊ ശോഭാ സുരേന്ദ്രനെ തന്നെയാണ്. ആറ്റിങ്ങലിൽ അതൊരു ശ്രദ്ധേയമായ കണക്ക് 68.55% വനിതാ പ്രാതിനിധ്യം എന്നൊക്കെ വരുന്ന രീതിയിലുള്ള ചില കണക്കുകൾ. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ പറഞ്ഞതുപോലെ ശബരിമല BJP-യുടെ സ്വാധീനം എത്രത്തോളം എന്ന രീതിയിലുള്ള ഒരു വിശകലനം കൂടി നടത്തേണ്ടി വരുമോ BJP-യുടെ? തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ തവണ BJP നേടിയ 47,000 എന്ന് പറയുന്ന വോട്ട് BJP-യുടെ ആറ്റിങ്ങലിലുള്ള സ്ട്രെങ്തിനെ കാണിക്കുന്നതല്ല എന്നാണ് BJP അവകാശപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇത്തവണ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന അവരുടെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന, ദേശീയ തലത്തിൽ കൂടി അറിയപ്പെടുന്ന നേതാവിനെ ഇവിടെ ഇറക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു മത്സരം കാഴ്ചവെക്കാനാകും എന്നുള്ള ഒരു വിലയിരുത്തലാണുള്ളത്. കഴിഞ്ഞ തവണ പാലക്കാടിൽ മത്സരിച്ചിരുന്ന ശോഭാ സുരേന്ദ്രൻ നല്ല പ്രകടനം അവിടെ കാഴ്ചവെക്കാനായി. ശോഭാ സുരേന്ദ്രൻ BJP-യുടെ എണ്ണം പറഞ്ഞ ഏറ്റവും മുതിർന്ന നിരയിലുള്ള നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ വലിയ ഒരു പ്രകടനം കാഴ്ചവെക്കാനാകും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി BJP വച്ചുപുലർത്തുന്നു. അങ്ങനെയാണ് ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ എത്തുന്നത്.